അമേരിക്ക മുതൽ ലോകത്തിലെ വമ്പൻ രാഷ്ട്രങ്ങൾ വരെ വൃത്തികെട്ട കളികൾ മുഴുവൻ കളിച്ചിട്ടും അവസാനം വെടിനിർത്തുക എന്നത് ഇസ്രായേലിൻ്റെയോ ഫലസ്തീനികളുടെയോ മാത്രം പ്രശ്നമല്ലാത്ത വിധം അന്താരാഷ്ട്ര വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ആ സമരത്തിൻ്റെ പോരാളികൾക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ഖത്തർ ഗവൺമെൻറ് ഇവിടെ പ്രശംസനീയമായ ഒരിടപെടൽ നടത്തിയെന്ന് പറയാൻ. ഖത്തർ അത്ര വലിയ രാജ്യമൊന്നുമല്ല, ഒരു ചെറിയ രാജ്യം. പക്ഷെ ചെറിയ രാജ്യമായിരുന്നിട്ടും അവർക്ക് വേണമെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് സൈലൻസ് സ്വീകരിക്കാമായിരുന്നു. അതില്ലാതെ ആ രാജ്യമെടുത്ത എഫേർട്ടിനെ പറയാതിരിക്കാൻ പറ്റില്ല എന്നതാണ് വസ്തുത. നമ്മളവരെ അഭിവാദ്യം ചെയ്യുകയാണ്. അഹങ്കാരികളായ ഭരണാധികാരികൾ അവരൊക്കെ വിചാരിച്ചു കളയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങ് തീർത്ത് കളയാം. കയ്യിൽ ആയുധം, വലിയ തണ്ട്, ധൈര്യം, അഹങ്കാരം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ തീർത്ത് കളയാനൊന്നും ആരെയും ആവില്ല എന്ന് ഗസ പറയുകയാണ്. അവസാനം രാജ്യത്തിലെ സകലമാന ഇസ്ലാമോഫോബിക്കുകളും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞത് എന്താണ്? താലിബാൻ എന്നാണ്. താലിബാൻ ഭയങ്കരമാണ് എന്ന് അന്താരാഷ്ട്ര മീഡിയകളടക്കം പറഞ്ഞിരുന്ന അഫ്ഗാനിൽ എന്താ ലാസ്റ്റ് സംഭവിച്ചത്? അഫ്ഗാനിലെ യുദ്ധത്തിൻ്റെയും അവസാനം എന്താണ്? അഫ്ഗാൻ താലിബാൻ ഭരിക്കുകയാണ്. രസമുള്ള കാര്യം അതല്ല, അഫ്ഗാനുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു എന്നാണ്. എന്തൊരു രസമാണ്! നരേന്ദ്രമോദി എന്ന RSSകാരൻ താലിബാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണല്ലോ അഫ്ഗാൻ ഭരിക്കുന്നത്. താലിബാൻ 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 എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരായ ഇസ്ലാമോഫോബിക് ലോകം മുഴുവൻ വ്യാപരിപ്പിച്ച ഇന്ത്യ, നരേന്ദ്രമോദി, അയാൾ ഭരിക്കുമ്പോൾ തന്നെ അഫ്ഗാനുമായി ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ചിത്രം. ഇത് കൃത്യമാണ്. ഏതെങ്കിലും ഒരാളോടുള്ള, ഒരു വർഗത്തോടുള്ള, ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം കൊണ്ട് രാജ്യം ഭരിക്കാനാവില്ല. രാജ്യം ഭരിക്കാൻ വേണ്ടത് കൃത്യമായ ജനങ്ങളെക്കുറിച്ചുള്ള, രാഷ്ട്രത്തെക്കുറിച്ചുള്ള, ലോകത്തെക്കുറിച്ചുള്ള അവധാനതയാണ്. മൻമോഹൻ സിംഗിന് അതുണ്ടായിരുന്നു. ഇന്ത്യ ഭരിച്ച ഒരുപാട് ഭരണാധികാരികൾക്ക് അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ മികച്ച ഒരു രാജ്യമായി. ബ്രിട്ടീഷുകാരൻ അവസാനത്തെ ഊട്ടിയെടുത്തിട്ടും ആ രാജ്യത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞത്, ആ രാജ്യം, അതിൻ്റെ ഭരണാധികാരികൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ കാണിച്ചിട്ടുള്ള അവധാനതയോടുകൂടിയുള്ള ഒരു ഭരണമുണ്ട്. എന്നാൽ ഇപ്പോഴെന്താണ്? ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് ഭരിക്കാൻ അറിയില്ല. എന്നാൽ ഭരിക്കാൻ ആവശ്യമായ വോട്ടുകൾ സ്വയത്തമാക്കാൻ അവർക്കറിയാം. ഇന്ത്യ ഒരു ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഹൈന്ദവ വൈകാരികതയെ കത്തിച്ചെടുത്ത് അതിനെ വോട്ടാക്കി മാറ്റാൻ അവർക്ക് പ്രയാസമില്ല. അതിന് യാതൊരു വിധ ബുദ്ധിമുട്ടുകളുമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രവാസി മേഖലയാണ്. നിങ്ങൾക്കറിയാലോ ഡോളറിൻ്റെ റേറ്റ് എത്രയാണ് ഡോളറിൻ്റെ റേറ്റ്? പിടുത്തം വിട്ടു പോവുകയാണ്. 86 നിന്ന് 87 100 എത്താൻ പ്രയാസമില്ല എന്നാണ്. യൂറോയുടെ റേറ്റ് 100 കടക്കുമെന്നാണ്. 40 പിടിച്ചു കിട്ടുമെന്നാണ് പോയത്തക്കാരനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. 40 വേണ്ട, 50 വേണ്ട, 60 വേണ്ട, 70 ഡോളറിനെ നിർത്താൻ കഴിയുമോ? തൽക്കാലം നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും, റിയാലിൻ്റെ പൈസ മാറുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. പക്ഷേ അത് രാജ്യം എന്ന നിലക്ക് ശാശ്വതമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ മൂല്യം തകരുകയാണ്, GDP തകരുകയാണ്. രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ, ഇടനിലക്കാരല്ല ഇടത്തട്ടുകാരുടെ ജീവിതം ദുസ്സഹമാവുകയാണ്. പാവപ്പെട്ടവൻ പിന്നെയും പിന്നെയും പാവപ്പെട്ടവരാവുക, ധനാഢ്യൻ പിന്നെയും പിന്നെയും ധനാഢ്യനാവുക.
അദാനിയെ പോലെയുള്ളവരുടേത് മാത്രമായി ഇന്ത്യ മാറുകയാണ്. വളരെ ഗൗരവത്തോടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രീതികളെ കാണേണ്ടി വരുന്നു. ഇതിനൊക്കെയും അവർ സ്വീകരിക്കുന്ന ഒരു മാർഗം അപകടകരമാം വിധത്തിലുള്ള ഇസ്ലാമോഫോബിയയാണ്. ഭരണത്തിൻ്റെ തെറ്റുകൾ മറച്ചുവെക്കാൻ, ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകളെ മറച്ചുവെക്കാൻ, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വർത്തമാനങ്ങൾ പറയുക, അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക, അതിന് അങ്ങനെ കിട്ടുന്ന വോട്ടുകൾ സ്വയത്തമാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി മാത്രമാണെങ്കിൽ അതങ്ങനെ പോകട്ടെ എന്ന് വെക്കാം. എന്താണ് കേരളത്തിൻ്റെ സ്ഥിതി? നിങ്ങൾ പരിശോധിച്ചു നോക്ക്. രാജ്യത്തൊരു ഭരണത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ ചർച്ച പോലും വേറെയാണ്. നമ്മളും പറയുന്നത് സഖാവ് പിണറായി വിജയന്റെ മന്ത്രിസഭ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ CPM ചെയ്യുന്ന കൊള്ളരുതായ്മകളോ നിലപാടുകളോ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ സ്ഥിതി എന്താണ്? വില എന്താണ്? ഓരോ ദിവസവും നമ്മുടെ പണത്തിന് ഓരോ മാസവും നമുക്ക് കൂടുതൽ കൂടുതൽ ചെലവഴിക്കപ്പെടേണ്ടുന്ന അവസ്ഥ വരികയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം, കേരളത്തിൻ്റെ ക്രമസമാധാന രംഗം, കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ എല്ലാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇതൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ലാത്ത വണ്ണം നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിടാൻ വേറെ ചില കാര്യങ്ങളാണ് മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഈ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി അപകടകരമായ മതവർഗീയത ഭരിക്കുന്നവർ തന്നെ ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോ വലിയ ഗീർവാണം മുടക്കുന്ന CPM നേതാക്കന്മാരോടോ സഹപ്രവർത്തകരോടോ ഞാൻ ചോദിക്കട്ടെ, കേവലം വോട്ടുകൾക്ക് വേണ്ടി അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്തു പ്രതിബദ്ധതയാണുള്ളത്? നിങ്ങൾ ഇവിടെ എല്ലാവരെയും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കാൻ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ, ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയ സമീപനങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സ്ഥാപിക്കുന്ന സീതി സാഹിബ് മുതൽ, ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുതൽ, CH മുഹമ്മദ് സാഹിബ് മുതൽ ഇങ്ങോട്ട് വരുന്നവരെ മുഴുവൻ അതിൻ്റെ നേതൃത്വത്തെ അപകടപ്പെടുത്തുന്ന വിധം സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതിയുടെ അടയാളപ്പെടുത്തലുകളിൽ അവർക്കൊക്കെയും പങ്കുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിക്കുണ്ട്, KM സീതി സാഹിബിനുണ്ട്, ബാഫക്കി തങ്ങൾക്കുണ്ട്. ഇവരൊക്കെ നിർവഹിച്ച ഉത്തരവാദിത്തമുണ്ട്. അടയാളപ്പെടുത്താൻ ഒരു സമുദായമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും നിങ്ങൾ പരിശോധിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ ജീവിതത്തിലെ കൊണ്ട് അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരിക പുരോഗതികൾ അവർക്ക് പറയാനുണ്ട്. ഇവിടുത്തെ ഈഴവന്മാർക്ക് സംസാരിക്കാനുണ്ട്. അവരുടെ പുരോയാനത്തിൻ്റെ അടയാളം എന്താണ്? അവരുടെ പുരോയാനത്തിൻ്റെ അടയാളം ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരുദേവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുരോഗതികൾ, ഗുരുദേവൻ ഉണ്ടാക്കി വെച്ച മുന്നേറ്റങ്ങൾ, അതിൻ്റെ ഫലമായി SNDP രാജ്യത്ത് രൂപീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സമുദായത്തിനുണ്ടായ പുരോഗതി നിങ്ങൾ ഓർത്തു നോക്കൂ. ഇവിടുത്തെ നായർ സമുദായം, കേരളത്തിലെ നായർ സമുദായത്തെ പോലെ ഇത്രമേൽ ഭീകരമാം വിധം പിന്നോട്ട് തള്ളപ്പെട്ട, പീഡനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന, സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ പ്രയാസപ്പെട്ടു നിന്ന ഒരു ജനതയെ മന്നത്ത് പത്മനാഭനാണ് അന്തസ്സുള്ള ഒരു സമുദായമാക്കി ഉയർത്തിയത്. വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നല്ല മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മുന്നോട്ടുള്ള പോക്കുകൾക്ക് അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഒറ്റ ചോദ്യമാണ് CPMനോട്. നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത ഏതെങ്കിലും ഒരു മേഖലയിലെ ഒരു വിഭാഗത്തെ കാണിക്കാൻ കഴിയുമോ? സാമുദായികമായി, അതല്ലെങ്കിൽ തൊഴിൽപരമായി ആരെങ്കിലും? അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾക്ക് അതിന് ഭരണം കിട്ടിയിട്ടില്ലല്ലോ, ഇടക്കിടക്ക് UDF വരെയല്ലേ. ശരി, അത് കേരളത്തിലല്ലേ CPMകാരാ? 35 കൊല്ലം ആരുടെയും തടസ്സമില്ലാതെ നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? അവിടുത്തെ തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയോ? അവിടുത്തെ ജീവിതത്തിൽ അവിടെ പാലിക്കേണ്ടുന്ന തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാത്ത സോഷ്യലിസം നിങ്ങൾ കൊണ്ടുവന്നോ? ബംഗാളിന്റെ സ്ഥിതി എന്താണ്? 35 കൊല്ലം നിങ്ങൾ ഭരിച്ച ബംഗാളിന്റെ അവസ്ഥ കാണാൻ ബംഗാളിൽ പോണ്ട, വീട്ടുമുറ്റത്തിരുന്നാൽ മതി. ഇവിടെ വരുന്ന പശ്ചിമ ബംഗാളിലെ തൊഴിലാളിയെ കണ്ടാൽ അറിയാം അവിടെ എങ്ങനെയാണ് 35 കൊല്ലം ഭരിച്ചു നിങ്ങൾ അവർക്ക് ദുരിതം സമ്മാനിച്ചത് എന്ന്. നിങ്ങൾ എവിടെയാണ്? ത്രിപുരയിൽ. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ പുരോയാനത്തിൽ നിങ്ങളുടെ തരിമ്പ് പങ്കില്ലല്ലോ. നായന്മാരുടെ പുരോഗതിയിൽ, ഈഴവന്മാരുടെ പുരോഗതിയിൽ ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. എന്നാൽ
നിങ്ങളുടെ കൂടെ നിന്ന കുറച്ച് ആളുകളുണ്ട്. അതിലൊന്ന് ദളിതുകളാണ്, മറ്റൊന്ന് ആദിവാസികളാണ്. എനിക്കറിയാം വയനാട്ടിലെ ആദിവാസി സമൂഹത്തെ കുറിച്ച്. വോട്ട് ബാങ്കുകളായി അവിടുത്തെ CPM-കാരൻ ഉപയോഗിക്കുന്ന, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോളനികൾ വളഞ്ഞ് ബൾക്കായിട്ട് വോട്ടുകൾ കൊണ്ടുപോയി കുത്തിക്കുന്ന ഈ ആദിവാസി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തത് നിങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുമോ? ഇത് എത്രയോ വർഷങ്ങളായി CPM ഭരിക്കുന്ന MLA ഉള്ള മണ്ഡലമല്ലേ പയ്യന്നൂർ? ഈ പയ്യന്നൂർ മണ്ഡലത്തിന്റെ അടിസ്ഥാനപരമായ പുരോഗമനത്തിൽ നിങ്ങൾ വഹിച്ച പങ്കെന്താണ്? നിങ്ങൾ പറയൂ. ഇവിടുത്തെ ദളിതുകളോട്, ആദിവാസികളോട്, ഒരുപക്ഷെ നായർ സമൂഹവും ഈഴ സമൂഹവും മുസ്ലിം സമുദായവും ഒക്കെ അവർക്കിടയിൽ നിന്ന് നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു വന്നു. എന്നാൽ ആദിവാസി സമൂഹത്തിന് ഇടയിൽ നിന്ന് അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടായില്ല. ഇവരടിമകളാക്കി വെച്ചു. ഇന്നും അവരുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ആരെയാണ് രക്ഷപ്പെടുത്തിയെടുത്തത് എന്ന് ഇവർക്ക് പറയാൻ കഴിയുമോ? എന്നിട്ട് ചുമ്മാ പടായി പറയാണ് കേരളം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, കേരളം ഞങ്ങളില്ലെങ്കിൽ അങ്ങനെ എങ്ങോട്ടോ ആയി പോകുമായിരുന്നു. എൻ്റെ CPM-കാരാ, സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ യഥാർത്ഥത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കേരളത്തിൻ്റെ ഒരു നവകേരള സൃഷ്ടിയുടെ ഒരു തന്ത ചമയാൻ EMS-നെ കൊണ്ടുവരാറുണ്ട്. ഇയാളാണ് ഇതിൻ്റെ വാപ്പ എന്നാണ് CPM-കാർ പറയുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രത്തിനുമേൽ നിങ്ങൾ നടത്തുന്ന കുതിരകയറ്റമാണത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന് ചെയ്ത സംഭാവന നിങ്ങളൊന്ന് പറ. K. കരുണാകരൻ ചെയ്തത് ഞങ്ങൾ പറഞ്ഞുതരാം. ഓരോരുത്തരുടെ എണ്ണി CH വരെ ചെറിയ കാലയളവ് കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഈ തെരുവുകൾ കാണുന്ന സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ എണ്ണി ഞങ്ങൾ പറയാം. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, യഥാർത്ഥത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കോൺഗ്രസ്സുകാരനായിരുന്നു. അയാളുടെ അതിൽ നിന്ന് മാറിയാണ് കമ്മ്യൂണിസത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ലക്ഷ്യം എന്താണ്? രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക. പാകിസ്ഥാൻ ഉണ്ടാവുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാകിസ്ഥാൻ അനുകൂലമായി പ്രമേയം ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? സംസ്കാരം, തൊഴിലധിഷ്ഠിതം, ഇങ്ങനെ കുറെ ഘടകങ്ങൾ പറഞ്ഞിട്ട് പറയാൻ അതിൻ്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാകുന്നത് തെറ്റല്ല. അത് പാകിസ്ഥാൻ ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പരിശ്രമം കൂടിയായിരുന്നു. എന്നാൽ അത് സാധ്യമല്ല എന്ന് വന്നു. അങ്ങനെ വന്നപ്പോ ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് നിർബന്ധിതമായി വരേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റുകാരന്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കടുത്ത ജാതീയതയുടെ നടുവിൽ ജീവിച്ച മനുഷ്യനാണ്. ഇയാൾ ബ്രഹ്മണനാണ്, ഇയാൾ സവർണ ജാതിക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ജാതീയതയും അവസാനിച്ചു. അപ്പൊ പിന്നെ ഈ മുഖ്യധാരയിലേക്ക് വരല്ലാതെ നിവൃത്തിയില്ല. ഇങ്ങനെ ബ്രാഹ്മണനായിട്ട് ബാക്കിയുള്ളവരൊക്കെ അടക്കി ഭരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോ അദ്ദേഹം നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. രാഷ്ട്രീയത്തിനെ ടൂളായി ഉപയോഗിച്ചു. EMS വരുമ്പോ സകലമാന സവർണാധിപത്യ ജാടകളും കൂടെ കൊണ്ടുവന്നു. CPM-കാരോട് ഞാൻ ചോദിക്കട്ടെ, EMS-ന്റെ നിങ്ങൾ എന്താ വിളിക്കുക? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇത് പറയണമെങ്കിൽ തന്നെ ഒരു മണിക്കൂർ എടുക്കൂലേ? ചില അറബികളുടെ പേര് കാണാം, മുഹമ്മദ് ബിൻ, സുൽത്താൻ ബിൻ, സൽമാൻ ബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജ് മുഴുവൻ പേരെഴുതുന്ന കാണാം. അതുപോലല്ലേ ഇത്? ഏലംകുള മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. സഖാവ് ശങ്കരൻ എന്ന് വിളിച്ചാൽ പോരെ? ശങ്കരാ എന്ത് നല്ല പേരാണ് അല്ലേ? അത് പറഞ്ഞാൽ പോരെ? എന്തിനാ ഇങ്ങനെ വലിയ നീട്ടി വിളിക്കേണ്ട കാര്യം? കുടുംബവും തറവാടും ജാതീയതയും സവർണബോധവും എല്ലാം തൻ്റെ പേരിൽ തന്നെ കൊണ്ടുവന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വളരെ കൃത്യമായി രാഷ്ട്രീയത്തിൽ തൻ്റെ സവർണബോധത്തെ അടിച്ചേൽപ്പിച്ചവനാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ പിന്നോക്ക വർഗമായി നിൽക്കണം. ഇവിടുത്തെ സ്ത്രീകൾ പുരോഗമിച്ചുകൂടാ. ഇവിടുത്തെ വിപ്ലവം പറയുന്ന CPM-കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്ത്രീ കമ്മ്യൂണിറ്റിയോട്, ആ സമൂഹത്തോട് എന്നാണ് നീതി കാണിച്ചത്? വലിയ വിപ്ലവം പറയണല്ലോ, സ്ത്രീകളുടെ പുരോഗതി, ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി. എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഗൗരവമായി നിങ്ങൾ തഴഞ്ഞത്? അത് പഴയ ചരിത്രമല്ലേ? ശൈലജ ടീച്ചർ എന്തിനാ തഴഞ്ഞത്? കഴിഞ്ഞ മന്ത്രിസഭയിൽ കോവിഡിനെ മുതലാക്കിയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതെങ്കിൽ അതിൽ നിങ്ങൾ ആദ്യം കൂടെ ചേർത്ത് നിർത്തേണ്ടത് ശൈലജ ടീച്ചറല്ലേ? എന്താ ശൈലജ ടീച്ചറെ തള്ളിക്കളഞ്ഞത്? ഒരു പെണ്ണ് മുഖ്യമന്ത്രി ആയിക്കൂടാ? നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് പിന്തിരിപ്പൻ പാർട്ടിയാണെന്നാണ്. ആ പിന്തിരിപ്പൻ പാർട്ടി എന്ന് നിങ്ങൾ പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ത്രീ, പ്രധാനമന്ത്രി പദം കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തിട്ടും വാങ്ങാത്ത സോണിയാഗാന്ധി സ്ത്രീ അല്ലേ? എത്ര സ്റ്റേറ്റുകളിൽ കോൺഗ്രസിന് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് ഭരണാധികാരികളായിട്ട്?
മുഖ്യമന്ത്രിമാരായിട്ട്. നിങ്ങൾ ഈ വിപ്ലവം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ കുറെ ആളുകളെ കൊണ്ട് ജാട ചരിത്രമുണ്ടാക്കുകയും എന്നാൽ അതിനകത്ത് അതിരൂക്ഷമായ ജാതീയത വെച്ച് പുലർത്തുകയും ചെയ്തു എന്നതാണ്. അതാണ് ഇവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് പറയാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട് നവകേരളത്തിന്റെ സൃഷ്ടിയാണ്. ഏതു നവകേരളം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശ്രീമഠത്തിന്റെ കാര്യം അവിടെ കിടക്കട്ടെ. ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റി അടിസ്ഥാനപരമായ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിശ്വാസപരമായ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമല്ലോ, ഒരു സഹായം ആവശ്യമുണ്ടല്ലോ. നിങ്ങൾ ഓർത്തു നോക്കൂ, വിവാഹ നിയമ ബില്ല് വരികയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ. ആ ബില്ല് വരുമ്പോ മുസ്ലിം ശരീഅത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ നമുക്കാകെയുള്ളത് മഹാനായ പോക്കർ സാഹിബ് മാത്രമാണ്, ഒരു മനുഷ്യൻ, വേറെ ആളില്ല. മുസ്ലിങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ഈ അഭിപ്രായമില്ല. അവർക്കെന്തു ശരീഅത്ത്, അവർക്കെന്ത് പരിപാടി, അവർ മറ്റു പാർട്ടികൾ വിപ്പ് കൊടുത്താൽ അതുപോലെ ചെയ്യണം. വിവാഹ നിയമ ബില്ല് വരികയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായിട്ടാണെങ്കിലോ മുസ്ലിം ലീഗ് നല്ല ഫൈറ്റിലുമാണ്. ജവഹർലാൽ നെഹ്റു കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു, ലീഗ് ചത്ത കുതിരയാണ്, നമ്മൾ വിട്ടുകൊടുക്കുമോ? നമ്മുടെ പുന്നാര CH പറഞ്ഞു, ഏയ് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് നമ്മൾ ഫൈറ്റിലാണ്. ആ സമയത്താണ് ഇന്ത്യയുടെ പാർലമെന്റിൽ വിവാഹ നിയമ ബില്ല് വരുന്നത്, ശരീഅത്ത് ബില്ല് വരുന്നത്, വിവാഹ നിയമ ബില്ല് വരുന്നത്. ആ ബില്ല് വരുമ്പോ ഓർമ്മയുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് യെസ് യെസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയങ്കരനായ പോക്കർ സാഹിബ് എഴുന്നേറ്റ് പറയുന്നത് നോ. ഒരാൾ, ഒരൊറ്റ ശബ്ദം. പോക്കർ സാഹിബിനെ നെഹ്റുവിനെ അറിയാലോ, ലീഗുകാരനാണ്. നെഹ്റുവുമായി വാഗ്വാദത്തിലാണ് ലീഗ്. നെഹ്റു ആണെങ്കിൽ ഒരു നിരീശ്വരവാദിയായ ഒരു സോഷ്യലിസ്റ്റാണ്. എന്നിട്ടും ആ മനുഷ്യൻ ജനാധിപത്യ മര്യാദ വെച്ച് പറഞ്ഞു, ഇത് ഈ പാർലമെന്റിനകത്തുള്ള പോക്കറിന്റെ ശബ്ദമാണ്, അതൊറ്റയാണ്. എന്നാൽ ഈ ശബ്ദം ഇന്ത്യയിലെ പരശതം വരുന്ന മുസ്ലിങ്ങളുടെ ശബ്ദമാണ്. നമ്മൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ഘട്ടമല്ലേ അത്? നിയമം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? എന്താക്കാൻ പറ്റും? ആ ഘട്ടത്തിൽ നമ്മളുടെ കൂടെ നിൽക്കുക, നമുക്കൊരു സഹായം വേണ്ടി വരുന്ന സമയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നില്ല. അതിന് സമാനമായ പ്രശ്നമായിരുന്നു ശരീഅത്ത് വിഷയം. ആ ശരീഅത്ത് വിഷയം ഇന്ത്യയുടെ പാർലമെന്റിൽ വരുമ്പോ നിങ്ങൾ എടുത്ത നിലപാടെന്താണ്? സഹായിക്കണ്ട, ഉപദ്രവിച്ചു. നിങ്ങൾ തെരുവായ തെരു മുഴുവൻ പെണ്ണ് കെട്ടി, ഒന്നും കെട്ടി, രണ്ടും കെട്ടി എന്ന് പറഞ്ഞ് മാപ്പിളമാരെ കളിയാക്കി തെരുവില് നിങ്ങൾ പരിഹസിച്ചു. ആ അള്ളാനെയും ആ ഖുർആനൊന്നും വേണ്ടെന്ന് EMSന്റെ വിക്കിയുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മുസ്ലിം വിരോധിയെ കേരളത്തിന്റെ മണ്ണിലേക്ക് ആദ്യമായി താലപ്പൊലി വെച്ച് സ്വീകരിച്ചത് ഈ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. പിന്നെയാണ് അയാൾ ഗവർണറായിട്ട് ഇവിടെ വന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന കാരണവന്മാർ മറക്കില്ലാലോ, യൂത്ത് ലീഗുകാർ ഓർമ്മിച്ചോളൂ. ഓർമ്മിക്കാനാണ് ഞാൻ പറയണത്. ആവശ്യം വന്ന ഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചു. ഇതാ യൂത്ത് ലീഗിന്റെ കുട്ടികൾ PSC എഴുതി, പരീക്ഷ എഴുതി, അല്ലെങ്കിൽ അങ്ങനെ അവരവരുടെ ജീവിതത്തെ മറികടക്കാനൊക്കെ ശ്രമിക്കുന്ന ഘട്ടം. ഞങ്ങളുടെ വാപ്പമാർ വിദേശത്ത് പോയി, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, അവർ ഞങ്ങളെ പഠിപ്പിച്ച്, ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. എന്തിനാണെന്നറിയോ? ഈ നാട്ടിൽ തന്നെ നിൽക്കാനാണ്. ഞങ്ങൾക്കും ഈ നാട്ടിന്റെ പങ്ക് വേണം, പങ്കാളികളാണ് എന്ന ബോധമുണ്ടാക്കാനാണ്. ഞങ്ങളുടെ സംവരണം ഞങ്ങളുടെ പ്രശ്നമായിരുന്നു. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ആത്മാഭിമാനത്തോടെ നിൽക്കാൻ കഴിഞ്ഞതിലെ ഒരു ഘടകം പ്രവാസം പോലെ ഈ സംവരണം. നിങ്ങൾ അനുകൂലിക്കണ്ട കമ്മ്യൂണിസ്റ്റുകാരാ. ആ സംവരണത്തെ സാമ്പത്തിക സംവരണം മതി എന്ന് പറഞ്ഞിട്ട് പാരവച്ചവന്റെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നാണ്. എവിടെയാ നിങ്ങൾ നിന്നത്? ഫാറൂഖ് കോളേജ് മുതൽ കേരളത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ ഉണ്ടാക്കിയ 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ ഒരു കട്ടനുറുപ്പികയുടെ സഹായം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടുണ്ട്. എവിടെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനപരമായ പുരോഗമനത്തിൽ നിങ്ങൾ കൂടെ നിന്നത്? ഇത് മറക്കണോ?
നിങ്ങൾക്ക് വേണ്ടത് എല്ലാം മറന്ന് കെട്ടിപ്പിടിക്കലാണോ? ഞങ്ങൾ മറക്കണോ? ഒരു സമൂഹത്തിന്റെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുക, അവർക്കിടയിലേക്ക് വിശ്വാസപരമായി കടന്നു കയറുക, അവരുടെ വിശ്വാസങ്ങളെയും ധാരണകളെയും പതുക്കെ പതുക്കെ തകർക്കുക. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, CPM-കാരൻ എന്റർടൈൻ ചെയ്യുന്ന ഇവിടുത്തെ എത്തിസ്റ്റുകളില്ലേ, യുക്തിവാദികൾ, അവരുടെ പേരെന്താണെന്നറിയോ? ഇസ്ലാം എന്ന് പോയവർക്ക് ഒരു സംഘടന, എക്സ് മുസ്ലിം, XMLA എന്നൊക്കെ പറയുന്ന കാര്യമാണ്. എവിടെ ഈന്ന് പോയാൽ ഉളുപ്പില്ലാതെ ആ പേരും വെച്ച് നടക്കണം. നിനക്ക് എന്റെ വഴിക്ക് പോയാൽ പോരെ? എക്സ് മുസ്ലിം. ഈ CPM അല്ലേ എന്റർടൈൻ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഹിന്ദു മത വിശ്വാസം ഒഴിവാക്കി പോകുന്നവരെ നിങ്ങൾ എക്സ് ഹിന്ദു, എക്സ് ക്രിസ്ത്യൻ എന്ന് പറയുന്നുണ്ടോ? എവിടെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഈ CPM-കാരൻ ബുദ്ധിജീവി ജാടകൾ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പറ, എത്ര ആസൂത്രിതമായി. മലപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്ന തന്ത്രം എന്താണ്? അവിടുത്തെ മുസ്ലിങ്ങളെ തമ്മിൽ കുഴപ്പമുണ്ടാക്കുക ഇല്ലേ? അവർക്കിടയിൽ പൈസക്കാര് അധികാരമോഹികളായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെങ്കിലും പിടിച്ച് കുറച്ച് പ്രസംഗിക്കുന്നവന് വർത്താനം പറയണ മുസ്ലിം തന്നെ അവനെ കൊണ്ടുവന്ന് താനൂരിൽ, അവനെ കൊണ്ടുവന്ന് കുറ്റിപ്പുറത്ത്, അവനെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ, അവനെ കൊണ്ടുവന്ന് കൊണ്ടോട്ടിയിൽ. മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ തരയുക. എന്തിന്? മുസ്ലിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ. പയ്യന്നൂർ അങ്ങനെയാ, കണ്ണൂർ അങ്ങനെയാ, തലശ്ശേരിയിലും വടകര താലൂക്കിലും അങ്ങനെയാ. അല്ല, ഇവിടെ എങ്ങനെയാണ്? സമുദായങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ മുസ്ലിങ്ങളെ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കുക, അവരെ വേറെ തന്നെ മാറ്റി നിർത്തുക. എവിടെ? ഇങ്ങോട്ടേക്ക് വന്നാൽ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക. നിരന്തരമായി മുസ്ലിം വിരുദ്ധത പറഞ്ഞ് പറഞ്ഞ് മറ്റൊരുത്തന്റെ മനസ്സിലേക്ക് വിഷം നിറക്കുക. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഭീകരമായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക. അങ്ങനെയല്ലേ തളിപ്പറമ്പ്? ഞാൻ പയ്യന്നൂർ വെച്ചല്ലേ സംസാരിക്കുന്നത്. അങ്ങനെയല്ലേ തളിപ്പറമ്പ് കലാപം? അങ്ങനെയല്ലേ ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായത്, നാദാപുരം കലാപം ഉണ്ടായത്? ഇവിടങ്ങളിലൊക്കെയും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോ അതിന്റെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, മാടായിൽ ഉണ്ടായിരുന്ന കലാപങ്ങളുടെ പിറകിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? സാമ്പത്തികമായി ഒരു വിഭാഗത്തെ തകർക്കുക. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അടിച്ചു പൊളിച്ചൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ ഈ 4 കലാപങ്ങളും, ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള 4 കലാപങ്ങളും, നാദാപുരം അടക്കം ഉണ്ടായ കലാപങ്ങളിൽ കേവലം കലാപമല്ല, വിദ്വേഷമല്ല, സാമ്പത്തികമായി മുസ്ലിങ്ങളെ തകർക്കാൻ പച്ചക്ക് കൊള്ളയടിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ തളിപ്പറമ്പിലെ കലാപത്തിന് ശേഷം അവിടെ സന്ദർശിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വീട്ടില് ആ വീട്ടിലെ സ്പാൻഡർ ഉപയോഗിച്ചിട്ട് ക്ലോസറ്റ് അഴിച്ചുകൊണ്ടുപോയി. ഉപയോഗിക്കുന്ന ക്ലോസറ്റ് ഇത് തളിപ്പറമ്പ് അഴിച്ചു കൊണ്ടുപോയ, അതുവരെ അഴിച്ചു കൊണ്ടുപോയ ടെലിവിഷനും അവിടുത്തെ സകലമാന വിലയുള്ള സാധനങ്ങളും അഴിച്ചെടുത്ത് കൊള്ളയടിച്ച് അവിടെ പിന്നെയാണ് നിങ്ങൾ ആ കലാപങ്ങൾ എന്ന രൂപത്തിലേക്ക് മാറ്റുന്നത്. ഇതിങ്ങോട്ടാണ്. ഇത് മലപ്പുറത്തില്ലല്ലോ. മലപ്പുറത്ത് CPM പ്രയോഗിക്കുന്ന തന്ത്രം വേറെയാണ്. എന്നിട്ട് പച്ചക്കഥകൾ പറയാം. കണ്ണൂർക്കാരോട് വരെ കണ്ണൂർ സംഭവിക്കുന്ന ഒരു കലാപത്തെ പറഞ്ഞ് ഇവർ വേറെ മാറ്റുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തലശ്ശേരി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മെനഞ്ഞാന്ന് താനൂരിൽ സംസാരിക്കുകയുണ്ടായി. തലശ്ശേരി കലാപത്തെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ? തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളികൾ പൊളിക്കാൻ RSS വന്നു. 1970 നിങ്ങൾ ആലോചിക്കണം, RSS വന്നു. RSSനെ പ്രതിരോധിക്കാൻ ഷഹീദ് UK കുമാരൻ വന്നു. എല്ലാം സഖാവാണ്, കുമാരൻ മാത്രം ഷഹീദാണ്. കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ കൊല്ലപ്പെട്ടു. കള്ളുഷാപ്പിലാണ് മുസ്ലിങ്ങളുടെ പണി. എടോ, കുമാരൻ കൊല്ലപ്പെടുന്ന കള്ളുഷാപ്പിൽ നിന്നാണ്. തലശ്ശേരിയിലെ കലാപത്തിൽ ഈ കുമാരൻ കൊല്ലപ്പെടുന്നത് ജനുവരി 3-നാണ്. ഡിസംബർ 31-ഓടുകൂടെ അവിടുത്തെ കലാപം അടിച്ചമർത്തപ്പെടുകയോ സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയോ ചെയ്തു. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ തലശ്ശേരി കലാപം യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? തലശ്ശേരിയിൽ ക്ഷേത്രത്തിലേക്കുള്ള കലശ ഘോഷയാത്രയിൽ നൂർജഹാൻ ഹോട്ടലിൽ നിന്ന് ചെരിപ്പറിഞ്ഞു എന്ന വാർത്ത ആളിപ്പടർന്നു എന്നാണ്. അതങ്ങട്ട് കത്തി എന്നാണ്. സ്വാഭാവികമായി ഒരു വർഗീയ കലാപത്തിന്റെ ലക്ഷണമാണത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയട്ടെ, നിങ്ങളൊക്കെ ഒരു അന്വേഷണ കുതുകികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വിധേയത്തിൽ കമ്മീഷൻ കിട്ടും. പഠിക്കണം. വിധേയത്തിൽ കമ്മീഷൻ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം? നിങ്ങൾ തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസാണ്. ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നത് എന്താ അറിയോ? EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ടു.
പിരിച്ചുവിട്ടപ്പോ രണ്ടാമത് വന്ന മന്ത്രിസഭ നമുക്കറിയാം, ചേലാട്ട് അച്യുതമേനോന്റെ സി അച്യുതമേനോന്റെ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് കക്ഷിയാവുകയും ഭരണപങ്കാളിത്തം വഹിക്കുകയും സി എച്ച് ആഭ്യന്തരമന്ത്രിയാവുകയും ഒക്കെ ചെയ്തു. ഇത് സഖാക്കൾക്ക് സഹിച്ചില്ല. സ്വാഭാവികം. അവരതിരൂക്ഷമായി മുസ്ലിം ലീഗിനെതിരായുള്ള വർഗീയ പ്രചാരണങ്ങൾ തുടങ്ങി. ആരുടെ കൂടെ? ജനസംഘത്തിന്റെ കൂടെ. ജനസംഘത്തിന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിലും പിന്നീട് ചേലാട്ട് അച്യുതമേനോന്റെ മന്ത്രിസഭയിലും ലീഗ് കക്ഷിയായതിൽ വലിയ വിരോധമുണ്ടായിരുന്നു. ആ വിരോധം ഒരേ സമയം CPM കാരനും ഒരേ സമയം ഈ പറയുന്ന ജനസംഘവും ഒരുപോലെ കത്തിച്ചു. കണ്ണൂർ ജില്ലാ കൗൺസിൽ, CPIയുടെ കണ്ണൂർ ജില്ലാ കൗൺസിൽ പ്രമേയം പാസാക്കി. എന്ത്? അച്യുതമേനോൻ മന്ത്രിസഭയിൽ അംഗമായ ലീഗിനെ കുടുക്കാനാണ് ഇവിടെ ഈ കലാപങ്ങൾ, ഇവിടെ ഈ വിദ്വേഷ പ്രചാരണങ്ങൾ മുഴുവൻ CPM നടത്തിയത് എന്നും അത് അവസാനം വർഗീയ തരത്തിലേക്ക് വന്നു എന്നും പറയുന്നത്. ഇപ്പൊ വിധേയത്തിൽ കമ്മീഷനിൽ 70 മൊഴികൾ 70 കക്ഷികളെ വിസ്തരിച്ചു വിധേയത്തിൽ കമ്മീഷൻ. നിങ്ങൾ മനസ്സിലാക്കണം കോവായിക്കാരെ, അതില് നാലാമത്തെ കക്ഷിയുടെ പേര് CPI ഡിസ്ട്രിക്ട് കൗൺസിൽ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പാർട്ടിയെ വിധേയത്തിൽ കമ്മീഷൻ വിസ്തരിച്ചു, AIYF വിസ്തരിച്ചു. ഇവർ രണ്ടുപേരും കൊടുത്ത മൊഴി എന്താണെന്നറിയോ? ഈ വർഗീയ കലാപം ഉണ്ടാക്കിയത് CPM ആണ്. വർഗീയ കലാപത്തിന്റെ മുമ്പ് രഘു എന്ന് പറയുന്ന അവിടുത്തെ CPMന്റെ പ്രവർത്തകൻ ആ ഘോഷയാത്ര പോകുന്നവരെ അപകടകരമാം വിധം പ്രലോഭനത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആസൂത്രിതമായി CPM ഉണ്ടാക്കിയ കലാപമാണ് തലശ്ശേരി കലാപം. തീരുന്നില്ല. 972 കലാപത്തിന്റെ തൊട്ടടുത്ത വർഷം CPI ഒരു ലഘുലേഖ ഇറക്കി. ആ ലഘുലേഖ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നിരന്തരമായി പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കളവ് ഇങ്ങനെ പറയാ. ഇവര് പറയാ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കാവലെന്നല്ലാണ് എന്ന് പറയാ. എന്നിട്ട് ഇത് മുഴുവൻ കൊള്ളടിച്ച് കൊണ്ടുപോയിട്ട് ഞാനിത് പരിശോധിച്ചപ്പോ CPIയുടെ ഒരു ലഘുലേഖ വന്നു. അതിന്റെ തലക്കെട്ട് എന്താ? ഞങ്ങള് നേതൃത്വം ആരുടേത്? പിണറായി വിജയ. മറുപടി പറയുമോ? 5 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം രസമുള്ള ചോദ്യമാണ്. എന്താ അറിയോ? ഒന്നാമത്തെ ചോദ്യം, ആലിയമ്പത്ത് മമ്മൂട്ടിയുടെയും കോമത്ത് മമ്മൂക്കയുടെയും പീടികയിൽ നിന്നും അരിയും പഞ്ചസാരയും സോപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊള്ളയടിച്ച് നടത്തി കൊള്ള മുതൽ വിതരണം ചെയ്തതിന് ശേഷം ആറാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയ അരിയും പഞ്ചസാരയും ഒക്കെ തീർന്നോ എന്ന് തോട്ടുമ്മൽ ബസാറിൽ വെച്ച് വിജയ, നിന്റെ പാർട്ടിയുടെ ഒരു തലമുതിർന്ന നേതാവ് മറ്റൊരു നേതാവിനോട് ചോദിച്ചതിനെ കുറിച്ച് വിജയൻ അറിയുമോ? എന്നുവെച്ചാൽ കൊള്ളയടിച്ച് കൊണ്ടുപോയ മമ്മൂക്കാന്റെയും മമ്മൂട്ടിക്കാരുടെയൊക്കെ ഷോപ്പിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയ സാധനം CPM വിതരണം ചെയ്തിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോൾ തീർന്നുപോയോ എന്ന് ഒരു CPI നേതാവ് മറ്റേ CPM നേതാവിനോട് ചോദിച്ചത് വിജയ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത് ലീഗല്ല, കോൺഗ്രസ് അല്ല, CPIയുടെ നോട്ടീസിലാണ്. 2. അടുത്തതും ഒരു രസമുള്ള ചോദ്യമാണ്. എന്താ പറഞ്ഞറിയോ? കൊള്ളക്കും കൊള്ളിവെപ്പിനും ഇരയായ പാപം മുസ്ലിങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്ന വ്യാജേന വിജയനോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്നവർ തലേ ദിവസം കൊള്ളയടിച്ച ഷോപ്പിലെ സോപ്പ് വെച്ചാണ് അവരുടെ വസ്ത്രം അലക്കിയത് എന്ന് വിജയ നിനക്കറിയുമോ എന്നാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, പറയുന്നത് CPI ആണ്. 3ാമത്തെ ചോദ്യം, പള്ളിക്ക് തീ വെച്ച് നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും ഡൈനാമിറ്റ് കൊണ്ടുവന്ന് CPM പ്രവർത്തകൻ പള്ളി തകർത്തത് വിജയ നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത്. CPI ആണ്, ലീഗിന്റെ നോട്ടീസ് അല്ല, കോൺഗ്രസിന്റെ നോട്ടീസ് അല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അത്ര പച്ചക്ക് തലശ്ശേരിയിലെ കൊള്ള നടത്തി, അവിടെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി കൊള്ള നടത്തി അവരെ ആക്രമിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, 33 പള്ളി തകർത്തു. 1, 2 അല്ല, 33 പള്ളി. RSS അത്രേ. വിധേയത്തിൽ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? 33 പള്ളികളിൽ 15 പള്ളികളുടെ കിലോമീറ്റർ ദൂരത്ത് പോലും ഒരു RSS കാരനോ ജനസംഘകാരനോ ഇല്ല.
കിലോമീറ്റർ ദൂരത്ത് പോലുമില്ല എന്നാണ് പറയുന്നത്. 33 പള്ളികളിൽ 15 പള്ളികളുടെ. ഇതിൽ വേറൊരു രസമുണ്ട്. പിണറായി പാറപ്പുറത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഈ പള്ളി പൊളിക്കണത് 30-ാം തീയതി രാത്രി ആയപ്പോ, ഇന്നത്തെ പോലത്തെ ഈ ലൈറ്റും സംഭവമൊന്നും ഇല്ലല്ലോ, അപ്പോ പൊളിക്കാൻ പറ്റണില്ല, വെളിച്ചല്ല. അപ്പൊ വെട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളുകയാണ്. അതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇന്നത്തെ പൊളി നിർത്തിവെച്ചു. ഡിസംബർ 31 പൊളി നിർത്തിവെച്ച്, ഡിസംബർ 30 പൊളി നിർത്തിവെച്ച് 31 ആ പള്ളിയുടെ പൊളി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് വിധേയത്തിൽ കമ്മീഷനാണ്. തീരുന്നില്ല സഖാക്കളെ. ആ പള്ളി പൊളിച്ചതിൽ ഒരാളുടെ പേര് എന്താണെന്ന് അറിയുമോ? സഖാവ് കുമാരൻ എന്നാണ്. ഈ സഖാവ് കുമാരൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയായ സഖാവ് പിണറായി വിജയന്റെ മൂത്ത സഹോദരനാണ്. അറിയാം, സഖാവ് പിണറായി വിജയന്റെ മെനഞ്ഞാന്ന് ഞാനിത് പ്രസംഗിച്ചപ്പോ ഒരു ചാനലിൽ പറഞ്ഞു, 72 മണിക്കൂറായി ഞാൻ പറഞ്ഞിട്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും, ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വരുമല്ലോ, എന്താ മിണ്ടാത്തത്? സഖാവ് പിണറായി വിജയന്റെ മൂത്ത സഹോദരൻ പാറപ്പുറത്തുള്ള പള്ളി പൊളിച്ചതിലെ പ്രതിയാണ്, തലശ്ശേരി കലാപത്തിലെ. നിങ്ങൾ എത്ര വൃത്തികെട്ട രൂപത്തിലാണ് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര രസകരമായിട്ട്. എന്നിട്ട് പറയാൻ UK കുമാരൻ ഷഹീദായത്രേ. ഈ UK കുമാരൻ എന്ന് പറഞ്ഞ ഒരുത്തനെ, അയാൾ കൊല്ലപ്പെട്ടതിന്റെ ഈ കലാപത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ FIR-ൽ ഞാൻ വെല്ലുവിളിക്കുക സഖാക്കളെ, UK കുമാരന്റെ പേര് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? 31-ാം തീയതി അവസാനിച്ച കലാപത്തിന്റെ പേരിൽ 3-ാം തീയതി കള്ള് ഷാപ്പിൽ മരിച്ചു കിടക്കുന്നവരെ ഷഹീദാക്കാൻ ഞങ്ങൾ വിചാരിക്കണത്? അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണത്? നമ്മളൊന്നും ചരിത്രം അന്വേഷിക്കൂല, നിങ്ങൾ പറയുന്നത് കേട്ട് ഉത്തർക്കുന്നതാണോ? ഇത്ര കൃത്യമായി ഒരു സമുദായത്തെ ആക്ഷേപിക്കാൻ, ഇല്ലാതെയാക്കാൻ എന്തൊരു പാർട്ടിയാണോ നിങ്ങളെ പാർട്ടി? എനിക്ക് ഇന്നലെ വലിയ സന്തോഷം തോന്നുകയുണ്ടായി. സന്തോഷം ഒരർത്ഥത്തിൽ ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടില്ല, സാധുള്ള അവിടെയുണ്ട്. ഞാൻ MLA ആവുന്ന സമയം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഫസൽ വധക്കേസാണ്. ഇന്നലെ 2 വാർത്തയാണ് കേരളത്തിൽ ശ്രദ്ധേയമായി വന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് ഫസൽ വധക്കേസാണ്. ഞാൻ അന്നേ പറഞ്ഞു, ഫസൽ വധക്കേസ് ഫസലിനെ വെട്ടിക്കൊലപ്പെടുത്തിയതോടുകൂടി അവസാനിച്ചിട്ടില്ല. ഇന്നലെ എന്താ യൂസഫക്ക പറഞ്ഞത്? ആരാ യൂസഫക്ക? സലീമിന്റെ ബാപ്പ. ആരാ UK സലീം എന്നറിയോ നിങ്ങൾക്ക്? ഫസൽ കൊലക്കേസിൽ അവനെല്ലാം അറിയാമായിരുന്നു എന്ന് പറയുന്നത് ബാപ്പയാണ്, പ്രതിയാണ് ഫസൽ കൊലക്കേസിൽ. ഫസൽ കൊലക്കേസിന് തന്നെ ഒരു ദുരൂഹതയുണ്ട്. ചന്ദ്രശേഖർ വധക്കേസ് പോലെ ഫസലിന്റെ തൂവാല കൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ മുറ്റത്തിട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, പരസ്പരം കലാപമുണ്ടാക്കാൻ RSS കൊന്നു എന്ന് വരുത്തി തീർത്ത് പടയ തലശ്ശേരി പോലെ ഒരു കലാപമുണ്ടാക്കി ശ്രദ്ധ മാറ്റാൻ കോടിയേരി ആഭ്യന്തരമന്ത്രിയാണ്. ആ ദുരൂഹത ഉണ്ടാക്കി. ഫസൽ കൊല്ലപ്പെട്ടതിന് ശേഷം അതിലെ 3 പ്രതികൾ പല ഘട്ടങ്ങളിലായി കൊല്ലപ്പെട്ടു. ഞാനിത് എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള റയീസ് ഉണ്ട്. റയീസ് കൊല്ലപ്പെടുന്നത് റെയിൽവേ ട്രാക്കിലാണ്. ആർക്കും അറിയില്ല എങ്ങനെയാണ്, എന്ത് സംഭവിച്ചു. റയീസ് കൊല്ലപ്പെട്ടതിന് ശേഷം സലീമിന് ഭയം തുടങ്ങി എന്ന് ബാപ്പ യൂസഫ് പറയുന്നു. പേടി തുടങ്ങി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി. ഞാൻ ഒരു വാപ്പന്റെ, ആ മനുഷ്യന്റെ ഒരു സങ്കടങ്ങൾ ആലോചിക്കണം. ഇന്നലെ പറയുമ്പോൾ ഞാൻ ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുകയാണ്. മോനെ ഞാൻ ഗൾഫിൽ പറഞ്ഞയച്ചായിരുന്നു. മോൻ ഈ CPS സ്പിരിറ്റിൽ വന്നതാ, നാട്ടിലേക്ക് തന്നെ വന്നതാ. അവസാനം റയീസ് കൊല്ലപ്പെട്ടതിന് ശേഷം അവനെ വീണ്ടും പറഞ്ഞേക്കാൻ ഞാൻ ശ്രമം തുടങ്ങി. പുറത്തു പോവല്ലേ എന്ന് പറഞ്ഞു. ഒരു ദിവസം അവന് മാറ്റി പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എവിടുക്കാൻ? അടിയന്തരമായി പാർട്ടി കാണണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. പോകുന്ന വഴിയില് ഈ സലീമിനെ ആക്രമിച്ചു. ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പീഡികത്തെണ്ണയിലേക്ക് അവനെ വലിച്ചിട്ടിട്ട് 1/2 മണിക്കൂർ അവിടെ കിടത്തി, ഹോസ്പിറ്റലിൽ കൊണ്ടാവാതെ. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനെ കൊണ്ടുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, റയീസിനെ കൊന്നു, സലീമിനെ കൊന്നു. നിങ്ങൾ ഇതെന്തൊരു പാർട്ടിയാണോ? കൊല്ലുക, എന്നിട്ടോ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടവനെ തെളിവ് നശിപ്പിക്കുക, പിന്നെയും കൊല്ലുക. ഷുക്കൂർ വധക്കേസ് ഇതാ നിങ്ങൾ അടുത്തല്ലേ? ആ വധക്കേസിന്റെ സ്ഥിതി എന്താണ്? അതിലെ പ്രതികളുടെ സ്ഥിതി എന്താണ്? ഒരു പ്രതിയുടെ ഭാര്യ ലൂസ് ടോക്കാണ്, പലതും പറയാൻ തുടങ്ങി. വീട്ടിൽ കണ്ടത് ആത്മഹത്യ ചെയ്ത കോലത്തിലാണ്.
ആത്മഹത്യയാണോ അത്? ആത്മഹത്യയാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഷുക്കൂർ വധക്കേസ് മാത്രമല്ലല്ലോ, TP ചന്ദ്രശേഖരന്റെ വധക്കേസ്. TP ചന്ദ്രശേഖരന്റെ വധക്കേസിലെ ഏറ്റവും വലിയ സൂത്രധാരകൻ കുഞ്ഞനന്തനാണ്. ഞാൻ പറഞ്ഞപ്പോ സഖാക്കൾ കളിയാക്കുക അല്ലേ? എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? ഷാജിന്റെ പേരിൽ കേസ് കൊടുക്കും. ഓ, ഭയങ്കരാണല്ലോ. ഞാൻ കേസൊന്നും അറിയാത്ത കിള്ളക്കുട്ടിയാണ്. എന്താ കൊടുക്കാതെ? നിങ്ങൾ പേടിച്ചു പോകുന്നാൻ. എത്ര കേസുണ്ടോ എനിക്ക്? എന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നില്ലേ, കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. നിങ്ങൾ കേസ് കൊടുക്ക്. വെറുതെ മരിച്ചു പോകാന്നിരിക്കണോ? നിങ്ങള് വെറുതെ മരിച്ചു പോവല്ല. ഇത് ബോംബെയിലെ അധോലോക സംഘമാണ്. അതിനെയും വെല്ലുന്ന സംഘാണ് ഇത്. പാർട്ടി ഒന്നല്ല, രാഷ്ട്രീയ പാർട്ടി ഒന്നല്ല, കുറെ ഗുണ്ടകളുടെ ഒരു സംഘം മാത്രമാണ് ഈ പറയുന്ന സാധനം. വലിയ ഗുണ്ട പിണറായി വിജയൻ, അങ്ങനെ കീഴ്പ്പെട്ട് വരും ബാക്കിയുള്ളവർ. അതല്ല ഇത്. അവരുടെ കയ്യൂക്കും തണ്ടും തടിയും വെച്ച് ആളുകളെ കൊന്നു തീർക്കുക. ബോംബെയിലൊക്കെ അങ്ങനെയാണ്, കേട്ടിട്ടുണ്ട്. ഒരു സംഘത്തിൽ നിന്ന് മറ്റേ സംഘത്തിലേക്ക് മാറിയാ പറ്റുക. അവൻ ഒറ്റുകൊടുക്കുന്നു പേടിച്ചിട്ട് അവനെ കൊല്ലുക. അതൊക്കെ ബോംബെയിലെ വലിയ 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 കമ്പനികൾ എന്ന് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇത് സിനിമയല്ല, കണ്ണൂരിന്റെ ജീവിതമാണ്. ഇന്നലെ നിങ്ങൾ കേട്ടത് ഒരു വാപ്പയുടെ കരച്ചിലാണ്. അത് അഭിനയാണോ? അത് അഭിനയാണോ? എന്തൊരു പാർട്ടിയാണോ ഇത്? ഇങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി. എന്നിട്ട് പറയാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്നതോ? മിനിമം മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള അവകാശമാണ്. അതുപോലും വെച്ചു കൊടുക്കാത്ത ഈ ഗുണ്ടാ സംഘത്തെയാണ് രാഷ്ട്രീയമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേട്ട രണ്ടാമത്തെ മറ്റൊരു വാർത്തയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? കൂത്താട്ടുകുളം നഗരസഭയിലെ കലാരാജു എന്ന് പറയുന്ന ഒരു പെണ്ണ്. നിങ്ങൾ ആലോചിക്കണം, ഇതിലൊന്നും ലീഗില്ലട്ടാ, കോൺഗ്രസും ഇല്ല. എന്താണ് ഈ രാജു എന്താണ് ഈ പെണ്ണ്? കലാരാജു എന്ന് പറയുന്ന ഈ സ്ത്രീ CPM-ന്റെ ഒരു കൗൺസിലറാണ്. ലീഗിന്റെ കൗൺസിലറല്ല, കോൺഗ്രസിന്റെ കൗൺസിലറല്ല. അവരെ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്, അടിവസ്ത്രമടക്കം പിടിച്ചു വലിച്ചിട്ട് ആളുകളെ മുമ്പിൽ വലിച്ചെറിഞ്ഞപ്പോ ഡോറടക്കുമ്പോ അവര് പറഞ്ഞു എന്റെ കാല് വണ്ടിന്റെ ഉള്ളിൽ കുടുങ്ങി. അപ്പൊ സഖാവ് പറയണത്രേ, അത് സാറില്ല, ആഫീസ് പോയിട്ട് വെട്ടിത്തരാം കാലേ. അവിടെ ഇതാണ് പണി, കാല് വെട്ടുക, കൈ വെട്ടുക, തല വെട്ടുന്ന ആഫീസാണല്ലോ. അവരാഫീസ് അവരെന്നെ പറയാൻ ഞാൻ കൊണ്ടുപോയി വെട്ടിത്തരാം. അവിടെ ആളെ ചെറുപ്പം കുറച്ച് കൊടുക്കും, ജീവനില്ലാണ്ടാക്കി കൊടുക്കും. ഇതല്ലടോ നിങ്ങൾ ആഫീസ്. പരസ്യമായിട്ട് ഒരു സ്ത്രീയോട് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകന്റെ വയസ്സേ ഉള്ളൂ, എൻ്റെ മകന്റെ വയസ്സേ ഉള്ളൂ. അവനൊരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുക. ഒരു മുനിസിപ്പൽ കൗൺസിലറെ പരസ്യമായിട്ട് അതിന് പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുക. സഖാക്കളെ, നിങ്ങൾ സൂക്ഷിച്ചു. ഇപ്പോഴുള്ള ഈ തിളപ്പൊക്കെ ഉണ്ടല്ലോ, ഇത് പറഞ്ഞ് ഇതെങ്ങാനും ഒരു ചാനലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഷാജിനെ ഇഞ്ചി മാങ്ങാൻ തോന്നിയാസം പറഞ്ഞിട്ട് കാര്യമില്ല, കൂലിത്തല്ല് നടത്തിയിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിക്ക്. ഈ പറയുന്ന ഹാരിസ്, ഈ പറയുന്ന യൂസഫ്, നിങ്ങൾ കൊന്നുകളഞ്ഞിട്ടുള്ള ഈ സലീമും റയീസും ഒന്നും ലീഗുകാരനല്ല, യൂത്ത് ലീഗല്ല, യൂത്ത് കോൺഗ്രസും അല്ല. കലാരാജു എന്ന് പറയുന്ന പെണ്ണ് മഹിളാ കോൺഗ്രസും അല്ല. നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ. എന്നിട്ട് ഈ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നിയാൽ പച്ചക്ക് കൊന്നുകളയുക, കത്തിച്ചു കളയുക. ഇതെന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നെങ്കിലും ആലോചിക്കണ്ടേ? നിങ്ങളുടെ അടുത്ത കണ്ണൂരില് നമ്മൾ കണ്ടില്ലേ എത്ര നിസ്സാരമായിട്ടാണ് ADM നവീൻ ബാബു. ഇപ്പൊ ആ ചർച്ച അല്ലല്ലോ. ഇത് ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല. കാര്യം എന്താണ്? ഓരോ വാർത്ത ഓരോ ദിവസവും ഭീകരമായിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ പഴയത് മറന്നുപോലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതൊക്കെ സംഭവം നമ്മുടെ കണ്ണൂരിലല്ലേ നവീൻ ബാബു. ഞാൻ ആലോചിച്ച് നോക്കി, നവീൻ ബാബു എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക? അത്യാവശ്യം ഒരു ലോജിക്ക് നമുക്കും വേണമല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് സ്വാഭാവിക മരണമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം നവീൻ ബാബു ആ ഓഫീസിൽ ഇരിക്കുമ്പോൾ അയാളെ വന്നിട്ട് ക്ഷണിക്കാത്ത മീറ്റിങ്ങിൽ വന്നിട്ട് ദിവ്യ എന്ന് പറയുന്ന അഹങ്കാരിയായ കണ്ണൂർ ജില്ലയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വന്നിട്ട് അവരെ അപമാനിക്കുന്നുണ്ട്. ആ മനുഷ്യൻ അപമാനഭാരം കൊണ്ട് ചുരുങ്ങിപ്പോവുന്നുണ്ട്, അങ്ങോട്ട് വല്ലാതെ ആവുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം അയാൾ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ വൈകുന്നേരം രാവിലെ ഞാൻ വരും. അങ്ങനെ പറയുമ്പോഴൊരു സന്തോഷം എന്താണ്? ഈ ശല്യത്തിനിടയിൽ നിന്ന്, ഈ കണ്ണൂരിലെ ഈ വൃത്തികെട്ട സഖാക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് അങ്ങോട്ട് വരികയാണ് എന്നാവാം. മക്കൾ രണ്ടാളും പറഞ്ഞു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരും. 2 പെൺകുട്ടികളാണ്.
ഭാര്യ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാവും, അവരുദ്യോഗസ്ഥയാണ്. ഈ മനുഷ്യൻ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഇതിന് മുമ്പ് ഒരു കയറ് കെട്ടി അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുക. ഏതാ ഈ കാലം? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു വാട്സാപ്പ് ഉണ്ട്, ഈസി ആയിട്ട് ഭാര്യനോട് ഞാൻ പോവുകയാണ്, ഞാൻ വരണില്ല, നിങ്ങൾ എന്നെ അവിടെ കാത്തിരിക്കണ്ട, ഞാൻ ഈ ലോകത്തുനിന്നേ പോവാണ്. പ്രിയതമയോട് പറയാണ് നിനക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ മരിച്ചാൽ എൻ്റെ പൈസയൊക്കെ കിട്ടുമല്ലോ, 2 പെൺകുട്ടികളാണ്, നല്ലോണം നോക്കണം. പറയൂലേ ഒരാൾ? ഒരു സാധാരണ LD ക്ലർക്കൊന്നും അല്ലല്ലോ. ഇത് ചെയ്യില്ല എന്ന് വിചാരിക്കണ്ടോ നിങ്ങള്? ഒന്നുമില്ല. കണ്ണൂരിലെ കുറച്ച് കുട്ടികള് തെക്കൻ മേഖലയിൽ പോയിട്ട് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. ആ വീട്ടിലെ അവസാനത്തെ ആള് വരുന്നവരെ കാത്തിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ, മാസർ തയ്യാറാക്കാൻ. അതല്ലേ അതിന്റെ പ്രോട്ടോകോൾ? അതല്ലേ അതിന്റെ രീതി? അതല്ലേ ചെയ്യേണ്ട പോലീസ് നടപടി? ഈ നവീൻ ബാബു മരിച്ചിട്ട് അവിടെ അവരുടെ ബന്ധുക്കൾ വന്നോ? ധൃതി പിടിച്ച് മാസ്റ്റർ തയ്യാറാക്കി. ഒരു 2 കിലോമീറ്റർ അപ്പുറം പോയാൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയാണ് അല്ലേ? അവിടെ പോസ്റ്റ്മോർട്ടം നടക്കണില്ലേ? ഞാൻ ചെന്നപ്പോ നമ്മളുടെ പാപ്പിനിശ്ശേരിയിൽ ഓട്ടോറിക്ഷ അടിച്ച് മരിച്ച 2 സഹോദരിമാർ അവിടെ നിന്നല്ലേ പ്രവർത്തിക്കുന്നു. CPM-ന്റെ സ്വഭാവങ്ങൾ വെച്ച് ഇതൊരു സ്വാഭാവിക മരണമായിരിക്കില്ല. അങ്ങനെ എത്രയോ 10 കൊല്ലം കണ്ണൂരിലെ MLA ആയിരുന്ന ഒരാളാണ് ഞാൻ. വെറുതെ വന്നിട്ട് പ്രസംഗിച്ചങ്ങ് പോവല്ല. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ. എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്, എങ്ങനെയാണെന്ന്. ഇത് മനുഷ്യന്മാർ നയിക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല. ഏതോ ലോകത്ത് നിന്ന് വന്ന കുറെ കാട്ടാളന്മാർ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പച്ചക്ക് മനുഷ്യനെ കൊന്നു തിന്നാൻ മടിയില്ലാത്ത എന്തൊരു രാഷ്ട്രീയമാണോ ഇത്? എന്നിട്ടും വൈകുന്നേരമായ കോളിനോസ് ചിരിയായിട്ട് വന്നിട്ട് അങ്ങാടിയിൽ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉളുപ്പില്ലാതെ രാഷ്ട്രീയം പറയുന്നത്? മനുഷ്യരുടെ ഒരു ഗുണപരമായ അവരുടെ നന്മക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ കണ്ടില്ലേ? എന്തെല്ലാം. ഇപ്പൊ കൊച്ചിയിലെ ചെന്നമംഗലത്ത് അവിടെ 3 പേരെ ഒരുത്തം വന്ന് വെട്ടി അങ്ങ് കൊല്ലുകയാണ്. പോലീസിന് പലതവണ പരാതി കൊടുത്തു. ഈ മുഖ്യമന്ത്രിക്ക് എന്താ പണി? വെട്ടലും കൊല്ലലും നടത്തുന്ന അനുയായികളെ സംരക്ഷിക്കാനും അവർക്ക് ഇങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണോ ഇയാളെ പണി? ഈ രാജ്യത്തിലെ പോലീസിന് പണിയില്ലേ? വീട്ടിന്റെ ചുറ്റും CCTV ക്യാമറ വെച്ചിട്ട് ഈ പാവം മനുഷ്യൻ ഈ ആക്രമിക്കാൻ വരുന്നവനെ കാണാൻ എന്തെങ്കിലും ഇവൻ അതിക്രമം ചെയ്താൽ പോലീസിന് തെളിവ് കൊടുക്കാതെ കരുതിയിട്ട് അവനോ നേരെ കയറി വന്ന് 3 എണ്ണത്തിനെ അങ്ങ് കൊന്നിട്ട് സൈക്കിൾ എടുത്ത് പോവാൻ. പോലീസ് എന്റെ ഹെൽമെറ്റ് ഇല്ലെന്ന് ചോദിച്ച പോകുമ്പോൾ അറിയാണത്രേ എന്താ ഹെൽമെറ്റ്, 3 ആളെ കൊന്നിട്ടാ വരുന്നത്. ഇത് ഈ നാടാണ്, നിങ്ങളുടെ അയൽപക്കമാണ്. ഇവിടെയാണ് ഈ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പരട്ടച്ചങ്കൻ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയോ നിങ്ങള്? ഇവിടെയാണ്. എന്റെ സഖാക്കളെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇയാൾക്ക് 2 ചങ്കുണ്ടെന്നൊക്കെ പറയാൻ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? ഒരു ചങ്കന്നെ പോയി തപ്പി നോക്കുന്നുണ്ടോ ഇല്ലെന്ന്. എന്തൊരു പാർട്ടിയാണോ നിങ്ങൾ? സ്വന്തം മക്കളെങ്ങനെ? ഇതൊരു കൊള്ള സംഘാണ്. അവരും എടുത്തു കഴിഞ്ഞു, ഉദ്യോഗസ്ഥന്മാരടക്കം പോലീസുകാരടക്കം. ആർക്കാ പ്രതിപത്തിയുള്ളത്? ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? ഇപ്പൊ ഇതാ കഞ്ചിക്കോട്, നമ്മുടെ പാലക്കാട്. കഞ്ചിക്കോടിനൊരു ചരിത്രമുണ്ട് പാലക്കാടിന്. അവിടെയാണ് കൊക്കക്കോള സമരം നടന്നത്. VS അച്യുതാനന്ദനാണ് ആ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ. VS-ന്റെ നാട്. അവിടെ കൊണ്ടുവന്നിട്ട് ബ്രൂവറിയുടെ വലിയ ലിക്കർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കുകയാണ്. അത് ഞങ്ങള് MP രാജേഷ് തന്റെ ഗുരു VS അച്യുതാനന്ദനുള്ള ഗുരുദക്ഷിണയായിട്ടാണ്. VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതങ്ങ് ചെയ്തു കൊടുക്ക അല്ലേ? വലിയ ജലക്ഷാമമുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് പ്ലാച്ചിമടയിലെ കൊക്കോക്കോള സമരം. അവരെ ഓടിക്കാൻ ആ നാട്ടുകാരെടുത്ത സമരം എത്രയാണ്? ഇലപ്പള്ളി പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഇന്ന് കഴിഞ്ഞു. അവര് പറഞ്ഞു സമ്മതിക്കൂല. എത്ര കോടിയാണ് നിങ്ങൾ അതിൽ അഴിമതി നടത്തിയിട്ടുണ്ടാവുക? എത്രയാ കട്ടിട്ടുണ്ടാവുക? എന്റെ സഖാക്കളെ, ഇതെന്തൊരു കക്കലാടോ! എല്ലാവരും ഇരുന്ന് മോഷ്ടിക്കുകയാണ്. ഒരു പാവം ജനത, അവർക്ക് വെള്ളമില്ല. പാലക്കാട് പോയി നോക്ക്. അവിടെ കൊണ്ടുവന്നിട്ട് വലിയ മദ്യശാല ലിറ്റർ കണക്കിന് ഉണ്ടാക്കാൻ പഞ്ചായത്ത് പോലും അറിയാതെ എക്സൈസ് മന്ത്രി അനുവാദം കൊടുക്കുകയാണ്. അപകടകരമാണ്. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ജാഗ്രതയോടെ നിൽക്കുക. ഇതൊരു ചെറിയ പ്രശ്നമല്ല. വോട്ടിന് വേണ്ടിയിട്ട് ഇവർക്ക് രാഷ്ട്രീയം പറയാനൊന്നും ഉണ്ടാവില്ല. ജനങ്ങളോട് വികസനം പറഞ്ഞ് വോട്ട് ചെയ്യാൻ കഴിയൂല. തീർന്നുവല്ലോ. പക്ഷെ വരും അപ്പോഴും തമ്മിൽ തല്ലിക്കാൻ.
മതം പറഞ്ഞ് ജാതി പറഞ്ഞ് ആളുകളുടെ വോട്ട് വാങ്ങാൻ. അതുകൊണ്ട് സൂക്ഷ്മതയോടെ നിൽക്കണം, കരുതലോടെ നിൽക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അസംബ്ലി വരുമ്പോൾ ഒക്കെ വലിയ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണം. ഇവിടെ ഈ കാണുന്ന ഈ ആരവങ്ങൾ അതിനേക്കാൾ വലിയ ആരവമായി നിങ്ങളുടെ ഹൃദയത്തിൽ വരേണ്ടത് നമുക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഈ സമ്മേളനം അതിനുതകുന്ന വിധത്തിൽ മാറ്റിയെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവുക. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.